Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഫ്രൈഡ് ചിക്കൻ മോമോസ് ഉണ്ടാക്കിയാലോ എന്ന്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇത്. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ മോമോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പുറത്തൊക്കെ പോകുമ്പോഴും നമ്മൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. പിന്നെ എനിക്കൊന്നും നാട്ടിലായിരുന്നു, അപ്പോൾ ഒരു വട്ടം ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് മോമോസ് ഉണ്ടാക്കിയേക്കാന്ന്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ക്യാബേജ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. അല്ലാണ്ടുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി പേസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അത് ചിക്കൻ ഞാനൊന്ന് ബ്ലെൻഡറിനകത്ത് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോയാ സോസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മൈദമാവിനകത്ത് ഞാൻ കുറച്ച് എണ്ണയും കുറച്ച് കുഴിച്ച് വെച്ചേക്കാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ചൂടുവെള്ളം. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മോമോസിന് ഈ ഉള്ളിലകത്ത് വെക്കുന്ന ഈ സ്റ്റഫിങ്സ് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ മൈദ ഇതിന്റെ കോട്ടിംഗ് ഒന്ന് ചെയ്ത് വെക്കാൻ ഓർത്തു. കാരണം അതിപ്പം കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അത് ആദ്യം ഒന്ന് ചെയ്തെടുക്കാം. എനിക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കൈ ഇട്ടപ്പോൾ തന്നെ ഒരു നല്ല സോഫ്റ്റ് പൊടിക്കും. മാവ് സെറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി മാവിന് എന്തോരം പൊടി എടുത്തേ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൈക്കണക്കിനാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് നടത്തും. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മൈദമാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ചിക്കൻ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ വയ്ക്കുക. ആരും പേരിൻ്റെ റൈസ് ചെറിയൊരു പൊട്ടിത്തെറി. തേങ്ങ മതിയാണ്. ഇതൊന്ന് ചൂടാട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സവോള ഇടാം. ഫ്ലെയിം ഞാൻ കുറച്ചൊരു മീഡിയത്തിലേക്ക് വെക്കുന്നുള്ളൂ. നമുക്ക് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഞാൻ ആ എണ്ണയിൽ ഇടുമ്പോൾ ഡയറക്റ്റ് പെട്ടെന്ന് ഇട്ട് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്ന് ഓർത്തിട്ടാണ് ഫസ്റ്റ് പേസ്റ്റ് ഇടാൻ. ഇത്രയും കുറച്ചും കൂടെ ഇത് മതിയാവും. ഇതൊക്കെ എൻ്റെ ഒരു കൈക്കണക്കാണ് കേട്ടോ. എനിക്കിങ്ങനെ 1 സ്പൂൺ 2 സ്പൂൺ 4 സ്പൂൺ ടീസ്പൂൺ എന്ന് പറഞ്ഞിരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതനുസരിച്ചൊക്കെയാണ് ഇടുന്നത്. നമുക്കൊരു കണക്കുണ്ടല്ലോ. ഞാൻ ഇതിന് കൂടെ തന്നെ ക്യാബേജും കൂടി ഇടുകയാണ്. ഞാൻ ചിക്കൻ ഇതിന് കൂടി ഇടുന്നില്ല, കാരണം ക്യാബേജ് ഒന്ന് കുറച്ചൊന്ന് വേവണമല്ലോ. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഇതിൽ ക്യാരറ്റ്സ് ഇടുന്നവരുണ്ട്, അങ്ങനെ പിന്നെന്താ കൊറിയാണ്ടർ ലീവ്സ് ഇടുന്നവരുണ്ട്. എനിക്ക് പക്ഷേ ഈ ക്യാരറ്റിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇടുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ആക്ച്വലി ഫ്രൈഡ് മോമോസിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി എനിക്ക് തോന്നുന്നു സ്റ്റീംഡാണ്. കാരണം ഫ്രൈഡ് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നതല്ലേ. പക്ഷേങ്കിൽ സ്റ്റീംഡ് ആണെങ്കിൽ അത്രയും ഓയിലൊന്നും അങ്ങനെ യൂസ് ആവുന്നില്ല ഇല്ലല്ലോ. പിന്നെ എനിക്കിവിടെ സ്റ്റീം ഉണ്ടാക്കാനുള്ള പാത്രവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൈഡ് ഉണ്ടാക്കുന്നത്. ഞാൻ കോളേജിൽ പഠിച്ചിട്ടുള്ള സമയത്ത് ഞാൻ പഠിച്ചത് പാലയിലാണ്. ലൈക്ക് ചേർത്തങ്ങൾ ബിജിഎം കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾ പാലയിൽ പോകുമ്പോൾ ഡ്രങ്കൻ പാൻഡ എന്ന് പറയുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ അടിപൊളി മോമോസ് കിട്ടും. അടിപൊളി സ്റ്റീമും ഫ്രൈഡും എല്ലാം. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഇടയ്ക്ക് പോയി കഴിക്കായിരുന്നു. അതൊക്കെ ഒരു കാലം. ഓക്കെ, ഇനി ഞാനിത് ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചൊന്ന് വെക്കുക. അതൊന്ന് വേവാനായിട്ട്. ഫ്ലെയിം ഒരു മീഡിയത്തിലിടാം. എന്നിട്ട് നമുക്കിതൊരു കുറച്ച് നേരം അടച്ചു വെക്കാം. ഓക്കെ, ഈ ക്യാബേജിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. മിടുക്കൻ അനുസരണ കുട്ടി.
ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗരം മസാല ഒന്ന് ഒരു ചെറുതായിട്ട് ഞാൻ എത്ര ഇടുന്നത് ഇത് ജസ്റ്റ് ഇടാം. പിന്നെ വളരെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. കുരുമുളക് പൊടിയൊക്കെ കാലിയായി ചെയ്യണം. പിന്നെ അതെ സോയാ സോസ് ഒഴിക്കാം. അത് കുറച്ചൊക്കെ ടേസ്റ്റ് ഇഷ്ടമൊക്കെ അനുസരിച്ച് കേട്ടോ. പിന്നെ ഞാൻ സ്പൂൺ കഴിക്കാൻ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്താ നമുക്ക് പറയാൻ മതി. ഇത്രയും മതിയാവും. ചിക്കൻ പയ്യെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇത് മൂട്ടിന് കുറച്ച് നേരം വേവട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ചിക്കൻ അവിടെ നിന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ചട്നിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ കുറച്ച് എരിവനുസരിച്ച് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനിയിപ്പം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. പച്ചമുളക് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേനും കൂടെ ഞാൻ ഈ ചിക്കനും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. നമുക്കിനി തുറന്നു നോക്കാം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മിക്സ്ഡ് ചിക്കൻ അങ്ങനെ ഇട്ടതുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ചൊന്ന് കട്ടി കഴിച്ച് ചിക്കൻ ഇങ്ങനെ കിടക്കും. നമ്മളിങ്ങനെ കുത്തി ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇതിനകത്ത് വെക്കാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വെച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നമുക്കിനി ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് ഇതിലും എല്ലാം. അപ്പം ഒരുപാട് ഒട്ടിപ്പിടിക്കുക. എന്താ ഇവന് വലിയ ഇത്ര പാട്. ഒരുമാതിരി ഷേപ്പ് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പരത്തി വെക്കാം. മാവൊക്കെ നമ്മൾ പരത്തി സെറ്റാക്കി. ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ക്യാബേജും ഒക്കെ കൂടെയുള്ള ഒരു ഗ്രീൻസിലാണ്. ഈ മോമോസ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. ഇതിങ്ങനെ നമ്മൾ ഈ പൗച്ച് പോലെ ആക്കില്ലേ, ഈ സാരിയുടെ ഒക്കെ പ്ലേറ്റ്സ് ഒക്കെ എടുക്കുന്ന പോലെ ഇത് ഇങ്ങനെ കൊള്ളാം. നല്ല രസമുണ്ട് ഇത് ചെയ്യാൻ. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് ആക്കുക. കിഴി റെഡി. ഓക്കെ, എനിക്ക് പക്ഷേ ഈ ഷേപ്പിലെ മോമോസിനെക്കാളും കാണാൻ ഇഷ്ടം മറ്റേതാണ്. ഒരു കുറച്ചുകൂടെ ക്യൂട്ടാണ്. ബോട്ട് പോയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ മോമോസിന്റെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീവന്മാരെ നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായി, നല്ലപോലെ ചൂടായി. എന്തൊരു സയാമീസ് ഇറക്കുള്ളത് ഇട്ടുവാടാ.
ഞാൻ ഈ മുളക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് അത് ആറി. അപ്പം നമുക്ക് ഇനി ഈ ബ്ലെൻഡറിനകത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഈ വെള്ളം തന്നെ കുറച്ച് ഒഴിക്കാം കേട്ടോ. കൈ വരയ്ക്കുന്നുണ്ട്. ഇത്രയും വെള്ളം മതി. നമുക്ക് ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. സൂക്ഷിച്ചും കണ്ടു ഇതിനടുത്ത് പോയില്ലെങ്കിൽ ഇങ്ങനെ ചുമയ്ക്കും. പാനിൽ എണ്ണ ചൂടായി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിലോട്ട് വയ്ക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇളക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഈ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. എൻ്റെ ഗെയിം നമ്മുടെ സ്റ്റാർ സോയ സോസ്. നന്നായിട്ട് ഇളക്കുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പൂടെ നമുക്ക് ഇടാം. ഉള്ളൂ പരിപാടി കഴിഞ്ഞു. ഓഫ് ചെയ്യാം. ചട്നി റെഡി. അങ്ങനെ നമ്മുടെ മോമോസും ചട്നിയും റെഡിയായി. അപ്പം നിങ്ങൾ വീട്ടിൽ മോമോസ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായ പരിപാടിയൊന്നുമില്ല, സിമ്പിളാണ്. അപ്പം ഇനി ഇത് TV ഒക്കെ കണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കഴിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.